നൂറുകണക്കിന് സർപ്പങ്ങൾ ഇവിടെ മരത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുകയും അത് എല്ലാ വർഷവും ഉത്സവ നാളുകളിൽ സർപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. നാം ഏവരും ഒരു വർഷക്കാലമായി കാത്തിരുന്ന ആ പുണ്യസുദിനത്തിൻ്റെ ആ നിമിഷങ്ങളാണ് നിങ്ങൾ നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിരവിളത്തമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ആ കൊടിയേറ്റ യാത്ര, ആ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പുണ്യപുരാതനവും ചരിത്രപ്രസ്ഥവുമായ കുതിരകുളം ശ്രീ മഹാദേവ ഭദ്രകാളി ക്ഷേത്ര സപ്തദിന കുംഭജ്യോതി മഹോത്സവത്തിൻ്റെ കൊടിയേറ്റ് മഹോത്സവത്തിൻ്റെ ചടങ്ങുകളാണ് നാം ഏവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുതിരകുളം ശ്രീ മഹാദേവ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇന്ന് തിരിതെളിഞ്ഞിരിക്കുന്നു. കൊടിയേറിയ ആ ഒരു സന്തോഷമാണ് എല്ലാവരുടെയും മനസ്സിൽ. 7 ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ പരിപാടികളാണ് ഉത്സവാഘോഷ കമ്മിറ്റി ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 5 ദിവസം അന്നദാനവും 1 ദിവസം സമൂഹ സദ്യ പോലുള്ള മഹാചടങ്ങുകൾക്കാണ് നമ്മൾ ഈ വർഷം കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്കുരാതി രീതിയിലുള്ള ഉത്സവമാണ് സാധാരണ ഇവിടെ നടന്നു വരുന്നത്. അന്നദാനമാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ദിവസം 1000 പേർക്ക് പുറത്ത് ഇവിടെ നിന്ന് അന്നദാനം കഴിച്ച് മടങ്ങുന്നുണ്ട് ആൾക്കാർ. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റേജ് പരിപാടിക്ക് പ്രാധാന്യം കുറച്ച് അന്നദാനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. നമ്മുടെ സമൂഹ സദ്യ ദിവസം നമ്മൾ ആദ്യമായി നമ്മുടെ സദ്യ വിളമ്പുന്നത് അനാഥാലയത്തിലേക്കാണ്. നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർ. പിരപ്പങ്കോട് കുതിരകുളം ശ്രീ മഹാദേവ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പൂജ കഴിക്കുന്നു. ഇവിടുത്തെ സരസ്വതി ഭഗവതിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സങ്ങൾ അനുഭവപ്പെടുകയുണ്ടായി. ഞാനിവിടെ വരുന്ന സമയത്താണ്. അപ്പോൾ വന്ന് ക്ഷേത്രത്തിൽ വരികയും ഭഗവതിനെ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. വഴിപാടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ക്ഷേത്രത്തിൽ വരിക, ഭഗവതിനെ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരുപാട് പേർക്ക് വിദ്യാതടസ്സങ്ങളുണ്ടായിരുന്നെന്ന ഒരുപാട് പേർക്ക് അതിൽ നിന്നൊക്കെ മുക്തിയായി. അവർക്ക് ഓർമ്മശക്തികളൊക്കെ, അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുക എന്നാണ് അവർ പറഞ്ഞിട്ടിരുന്നത്. വെച്ചാൽ ശാന്തി, ഞാൻ ഒരു കാര്യം പഠിച്ച് പക്ഷെ നാളെ ചെയ്യാൻ നേരത്തെ എനിക്കത് ഓർമ്മ നിൽക്കുന്നില്ല, എക്സാമിൻ്റെ മുമ്പിൽ പോകുമ്പോൾ അറിയാം പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേരുകൾ നമ്മുടെ അടുത്തോട്ട് സമീപിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ കുട്ടികളുടെ മാതാപിതാക്കളാണ് കൂടുതലായിട്ട് നമ്മളുടെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് കുട്ടികളെയും കൂട്ടി കൊണ്ടുവരിക, ക്ഷേത്രദർശനം നടത്തുക. ഭദ്രകാളിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ബാലഭദ്രയാണ്. ബാലഭദ്ര എന്ന് പറയാൻ നേരത്ത് ഭയങ്കര സൗമ്യയും ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വീട്ടിലത്തെ ഒരു കുട്ടിയെ പോലെയാണ്. കുസൃതികളുണ്ട്, അതേപോലെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പറയാൻ കേട്ടോ, കുസൃതികളുണ്ട്. ചില സമയത്ത് നമ്മളെ ഇട്ടൊന്ന് വട്ടൊക്കെ കളിപ്പിക്കും. പിന്നെ ഉത്തിഷ്ട കാര്യം, നമ്മൾ എന്ത് വന്ന് ഭഗവതിയുടെ മുമ്പിൽ എന്ത് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചെന്നാലും ഉത്തിഷ്ട ഫലമാണ്. അതിൻ്റെ അത് പ്രത്യേകിച്ച് വഴിപാടും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയാറില്ല. ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെയോ വൈകുന്നേരമോ വന്ന ഒരു പൂജ നിങ്ങൾ കണ്ട് തൊഴണം, ഭഗവതിയുടെ കാര്യങ്ങൾ പറയണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. വരുന്ന 18-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ ഒട്ടേറെ ഐതിഹ്യങ്ങളും മറ്റു കാര്യങ്ങളും നിലനിൽക്കുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രസക്തമായത് സമൂഹ സത്യയും കൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുള്ള തൊട്ടടുത്തുള്ള കാവിൽ സർപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഉത്സവവും കൊടിയേറ്റ സമയത്ത് 100 കണക്കിന് സർപ്പങ്ങൾ മരങ്ങളിൽ ഇടപിഴഞ്ഞ് കിടക്കുന്നതായി കാണാൻ കഴിയും. കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ഇത്തരത്തിൽ 100 കണക്കിന് സർപ്പങ്ങൾ ഇവിടെ മരത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുകയും അത് എല്ലാ വർഷവും ഉത്സവ നാളുകളിൽ സർപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. Designs and Diamonds, Al-Amana Gold and Diamonds, Bishara Tower near KSRTC bus stand, Venyaramud. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ? സ്വയംവര സിൽക്സ്.